അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ആ കാലത്ത് വേദവിരുദ്ധങ്ങളായി വികസിച്ച ദർശനങ്ങളോട് തർക്കത്തിലേർപ്പെടുകയും അവരെ പരാജയപ്പെടുത്തുകയുമല്ലേ ശങ്കരാചാര്യർ ചെയ്തത്? അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇന്നിങ്ങനെയൊക്കെ അനുകൂലിച്ച് നിൽക്കാൻ പാടുണ്ടോ? അക്കാലമല്ല ഇക്കാലം. ഇന്ന് നമുക്ക് ആവശ്യം വേദകൽപ്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നതാണ്. അത്ര വലിയ പ്രതിസന്ധികളാണ് ഇന്നത്തെ വർത്തമാന കാലത്തിലുള്ളത്. അത്ര വലിയ പ്രതിസന്ധികളാണ്. കാരണം ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി അത്രയ്ക്ക് വലിയ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര. അപ്പോൾ വേദകൽപ്പവൃക്ഷത്തിന് കീഴിലുള്ള എല്ലാത്തിനെയും ഒന്നായി ചേർത്ത്, ഞാൻ വേറെയാണോ, നീ വേറെ അല്ലടോ, നിന്നെ പോവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക വേണ്ടത്. അതാണ് നമ്മുടെ നയം വേണ്ടതെന്ന അഭിപ്രായം. പക്ഷെ നിരീക്ഷിക്കണം, അടിസ്ഥാനമായിരിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് ബലപ്പെടുത്തുമൊക്കെ വേണ്ടി വരും. വിടുന്ന പ്രശ്നമില്ല. മനസ്സിലായില്ല? ധൃതരാക്ഷന് തള്ളിക്കളയുന്നൊന്നുമില്ല, ആലിംഗനം ചെയ്തിട്ട് തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് തള്ളിക്കളയരുത്, ആരെയും തള്ളരുത്, ഒരാളെയും തള്ളരുത്. തള്ളിയാൽ പോയി. ഇതിൻ്റെ കൗശലം ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. സംശയമുള്ളൊരു ഭഗവത്ഗീത ഭാഷ്യം വായിക്കുക. ഭഗവത്ഗീത ഭാഷ്യത്തിൽ സാഖ്യ പദാവലികൾ ഉപയോഗിച്ചിട്ട് ഭാഷ്യകാരൻ എഴുതിയിട്ടുണ്ട് ത്രിഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ. നമ്മൾ വിചാരിക്കും ശങ്കരാചാര്യർ ഇതുവരെയുള്ള എല്ലാ സിദ്ധാന്തവും ഉപേക്ഷിച്ചോ, ഇപ്പം എന്താ ത്രിഗുണങ്ങളെ പറയുന്നത് സാഖ്യൻ്റെ ഭാഷയിലാണല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കാണാം അവനെയും കൂടി കൂട്ടിയിട്ട് ഈ അദ്വൈതത്തിൽ കെട്ടുന്നത്. അതാണ് ഭാഷ്യം ശ്രദ്ധയോടുകൂടി പഠിക്കുക. ശരി, ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു പരമാത്മാവ് എങ്ങോണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തൊട്ടടുത്ത പദം എന്താന്ന് നോക്കൂ, ഗുഹാശയം. ഇല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കും ഇങ്ങനെ പരമാത്മാവുണ്ട്, ആ പരമാത്മാവ് എന്നാൽ ഉപാസ്യനാണ് എന്ന് വിചാരിക്കും. അപ്പം അദ്വൈതം പൊളിഞ്ഞു. അതുകൊണ്ടാണ് പരമാത്മരൂപം വിദിത്വ എന്ന് പറഞ്ഞ ഉടനെ ഗുഹാശയം, ഗുഹാശയമായിരിക്കുന്ന കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഗോലോകത്തിലോ ഒന്നുമല്ല, അവിടെയൊക്കെ ഇരിക്കട്ടെ. അത് അന്തരസ്യ സർവസ്യ അത് സർവസ്യാസ്യ ബാഹ്യത, അതെല്ലാത്തിൻ്റെ അകത്തുമാണ് പുറത്തുമാണ്. അപ്പം അവിടെ ഉണ്ടാവും, വിരോധമൊന്നുമില്ല, ഇവിടെ ഉണ്ടാവും. ഗുഹാശയം വ്യക്തമാണല്ലോ. ഏതാ ഗുഹാൻ നേരത്തെ വ്യക്തമായി പറഞ്ഞു. ദേഹാദഭ്യന്തര പ്രാണാദഭ്യന്തരം മനഃ തതഃ കർത്ത തതോ ഭോക്ത ഗുഹാസേയം പരമ്പര. സ്ഥൂല ശരീരത്തെക്കാൾ സൂക്ഷ്മമായിട്ട് പ്രാണനേക്കാൾ സൂക്ഷ്മമായിട്ട് മനസ്സ്, അതിനിടയ്ക്ക് ഇന്ദ്രിയങ്ങൾ വരുന്നുണ്ട്, മനസ്സിനേക്കാൾ സൂക്ഷ്മമായിട്ട് ബുദ്ധി. ഇങ്ങനെ കൂടുതൽ 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 സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഈ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹ. ഗുഹാഹിതം ഗഹ്വരേഷ്ഠം പുരാണം എന്നൊക്കെ കഠോപനിഷത്ത്. അതാണ് ഗുഹാശയം, ഗുഹയിൽ ശയിക്കുന്ന. അതോടുകൂടി ലോകങ്ങളൊക്കെ പോയി. ഈ ഗുഹയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുക വേണ്ടത്, പുറത്തേക്കുള്ള പോക്കൊന്നും അല്ല. ഗുഹയിലേക്ക് നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഞാൻ ആര്, എന്താണ് എൻ്റെ സ്വരൂപം എന്ന അന്വേഷണത്തിൽ ഓരോ ഉപാധിയായി തള്ളി 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 ഞാൻ എന്ന ഭാവം പ്രകാശിക്കുന്ന അതിനിഗൂഢ സ്ഥാനത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഈ ഗുഹായാത്ര. അതാണ് ഈ ഗുഹായാത്ര.
അവിടെ ശയിക്കുന്ന ഗുഹാശയം. എന്താ ഗുഹയിൽ ശയിക്കണ? പരമാത്മാവിൻ്റെ സ്വഭാവം, സ്വരൂപം നിഷ്കളം, കലാരഹിതമായത്, അവയവങ്ങൾ അവയവരഹിതമായത്, നിരവയവം, നിഷ്കളം. അപ്പം ഏതാണ് കലകൾ? കലകൾ എന്നുള്ളതിന് ഒന്നുകിൽ സ്ഥൂല ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ അവയവങ്ങൾ എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഈ സൃഷ്ടിപ്രക്രിയയെ വർണ്ണിക്കുന്ന സമയത്ത് പ്രാണൻ തുടങ്ങി ഉള്ള കലകളെടുക്കാം. പ്രാണൻ, ശ്രദ്ധ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ. പ്രശ്നോപനിഷത്തിൽ 6-ാമത്തെ പ്രശ്നത്തിൽ 16 കലകളോട് കൂടിയ പുരുഷനെ നിനക്കറിയാമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആ കലകൾ ശ്രദ്ധാദി നാമാന്തമായിരിക്കുന്ന, നാമത്തിൽ അവസാനിക്കുന്ന കലകൾ. അത് ലോകങ്ങൾ വരും, ലോകപ്രാപ്തിക്കുള്ള മന്ത്രങ്ങൾ വരും, എല്ലാം വരും. കർമ്മങ്ങൾ വരും, കർമ്മത്തിൻ്റെ ഫലങ്ങൾ വരും, എല്ലാം ഇതിൽ പെട്ടതാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചാകാരത്തിലുള്ള വ്യാപനമാണ് വാസ്തവത്തിൽ കലകൾ. ശ്രദ്ധിക്കുക. അപ്പൊ കലാരഹിതമായ, അവയവരഹിതമായ, നിഷ്കളം. ഇവിടെ ഗുഹാശയം നിഷ്കലം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പരമാത്മാവ് വേറെ എന്തോ അറിയപ്പെടേണ്ടതാണെന്ന് തോന്നുമായിരുന്നു നമുക്ക്. എന്നാൽ ഈ പദങ്ങൾ വെച്ചതോടുകൂടി അത് പോയി. അതാണ് ഗുഹാശയം, നിഷ്കലം, അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ജീവൻ, ഈശ്വരൻ, ജീവാത്മാ, പരമാത്മാ, ഇങ്ങനെ രണ്ടില്ലാത്ത ഏകമായ അദ്വിതീയം. ശ്രദ്ധിക്കുക. ശ്രുതി ഉറപ്പിച്ച് പറയും നമ്മളോട്, ന തദ്വിതീയമസ്തി, അങ്ങനെ രണ്ടില്ല. രണ്ടുണ്ടെങ്കിലല്ലേ ഭയം വേണ്ടു. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ദ്വിതീയത്തിൽ നിന്ന് രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. ന തദ്വിതീയമസ്തി, അങ്ങനെ രണ്ടില്ല. അപ്പൊ പിന്നെ ഭയമില്ല, അഭയാണ്. സദേവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം. ഹേ സൗമ്യ, ഇവിടെ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. രണ്ടാമതൊന്നില്ലാത്ത ഏകമായ സത്ത്. എത്ര പ്രാവശ്യ പറയണത്? 1, 2, 10 പ്രാവശ്യമല്ല. എന്നിട്ടും അങ്ങോട്ട് ബോധിക്കണില്ല എന്നാ. അതിപ്പോ എന്താന്ന് ചോദിച്ചാ, എന്താ പറയാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ ഒരു സുഖമല്ലേ? പരദൂഷണമാണ് ഏറ്റവും സുഖമുള്ള പരിപാടി. വല്യമ്മേൻ്റെ പരിപാടിയാണ്. അഘടിത ഘടന പഠിയസി മായ, അതാണ്. അതൊക്കെ അവളുടെ പണി. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈ വേദാന്തമൊക്കെ അങ്ങേയറ്റം പഠിച്ചു. പക്ഷെ അവളുടെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണത്. ഞാൻ കുറ്റം വല്യമ്മയ്ക്ക് കൊടുത്തു. ജ്ഞാനിനാമഭി ചേതാംസി ദേവീ ഭഗവതീ ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. കുറ്റം മുഴുവൻ കിടക്കട്ടെ അവൾക്ക്. എല്ലാ കുറ്റവും വല്യമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. ഈ ശരീരത്തിന് വയ്യാത്ത ആൾക്കാര്, കിടപ്പ് രോഗികൾ, അങ്ങനെ കിടപ്പ് രോഗികളെ നമ്മൾ
കക്കൂസിലേക്കോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. അത് സ്വാമി എനിക്ക് ഇനി ഒന്ന് കൊണ്ടുപോകുട്ടോ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തിലൊക്കെയാ പറയുക. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി അവരെടുക്കാൻ പോകുമ്പോൾ അവർ ജനവാലുകളെ പിടിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? സ്വാമി എന്നെ ഒന്ന് കൊണ്ടുപോകൂ, ഇപ്പം നീ ഒന്ന് വിടത്, ഞാൻ എടുത്തിട്ടുണ്ട് നിന്നെ, ഞാൻ 2 കൈ കൊണ്ട് നിന്നെ കോരിയെടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് നീങ്ങാൻ പറ്റണമെങ്കിൽ നീ ആ പിടുത്തം വിടണം. അത് വിടാൻ തോന്നണ്ടേ? വലിയ പ്രശ്നമാണിത്. ശ്രദ്ധിച്ചില്ല? അതിലങ്ങനെ വല്ലതും എടുത്തിട്ടുണ്ടോ? രോഗികളെ എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. രോഗികളെ എടുക്കുമ്പം കാണാം അവർ ജനപാലനെ പിടിച്ചു വയ്ക്കും ബലമായിട്ട്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ ഏതെങ്കിലും എവിടെയെങ്കിലും പിടിച്ചു വയ്ക്കും. നീ അതൊന്ന് വിട്, അത് വിട്ടാലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിടാൻ തോന്നണ്ടേ? വിടാൻ തോന്നണ്ടേ? വലിയ പ്രശ്നമാണ്. നമ്മളെ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി സ്വാമിജി പറഞ്ഞയച്ചതാണ്. ഗുജറാത്തിൽ നിന്ന് ഒരു കത്തൊക്കെ ആയിട്ട് കൈലാസാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അപ്പോൾ സംസാരിച്ചു, സ്വീകരിച്ചു. ശരി, ഇത്ര ദിവസം ഇവിടെ താമസിച്ച് ഇന്ന ദിവസം ചടങ്ങുകളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേറെ പലരും ഉണ്ട് ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി വന്നവർ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. നമ്മളൊക്കെ അന്ന് വളരെ ചെറുപ്പമാണ് ആ കാലത്ത്. അപ്പോൾ ഇത് വളരെ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാമിജി അദ്ദേഹത്തോട് ചോദിച്ചു, സന്യാസമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ജീവിതമൊക്കെ പ്രയാസാവില്ലേ? ഇത്ര വയസ്സൊക്കെ ആയില്ലേ? ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല, കിടക്കാൻ ഇടം ഉണ്ടാവണമെന്നില്ല, ജനങ്ങളെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? ആലോചിച്ചിട്ടൊക്കെ പോരെ? അല്ല, ഞാനൊക്കെ വേണ്ട പോലെ ആലോചിച്ചിട്ടുണ്ട്. ശരി, എന്നാലും ഒരു സെക്യൂരിറ്റി ഒക്കെ വേണ്ടേ? വയസ്സൊക്കെ ആകുമ്പോൾ മരുന്നുകളൊക്കെ വേണ്ടി. ഭക്ഷണത്തിനും മരുന്നിനൊന്നും ഒരു മുട്ടുമില്ല മഹാരാജ്, കാരണം എനിക്ക് പ്രതിമാസ പെൻഷൻ ഉണ്ട്. പെൻഷനുണ്ട്, പിന്നെന്താ? പ്രതിമാസ പെൻഷനുള്ള സ്ഥിതിക്ക് പിന്നെന്താ പ്രശ്നം? ഓ, പെൻഷൻ ഉണ്ടില്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേഗം ഇറങ്ങിക്കോളൂ, ഇവിടുന്ന് സന്യാസം ഇല്ല. അത് തരപ്പെടുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ടാവും, അവിടുന്ന് വാങ്ങിക്കോളൂ, ഇവിടുന്ന് സന്യാസം ഇല്ല. പാവം അദ്ദേഹത്തിനെ തള്ളി. ബാക്കിയൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് യെസ് പറഞ്ഞതാണ്. പക്ഷെ ഈ പരീക്ഷയിൽ തോറ്റു. കാരണം പെൻഷൻ ഉണ്ടെന്നേ, പിന്നെന്താ? എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്. അതല്ലേ പിടുത്തം വിടണ്ടേ? വിടാൻ തോന്നണ്ടേ? അത് നേരത്തെ പറഞ്ഞു. അത് നമ്മളിവിടെ വലിയ ഉയർന്ന വേദാന്തം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ? 1 മണിയാവുമ്പോൾ ശാപ്പാടുണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ എന്ത് വേദാന്തം പറഞ്ഞാൽ എന്താ? സർവം ഖലു ഇദം ബ്രഹ്മ മിഥ്യ. മിഥ്യ എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല, അസത്ത്. അസത്ത് എന്ന് തന്നെ പറയണം. ഇതൊന്നുമില്ല, ഇതൊക്കെ അസത്താണ്. അസത് കൽപ്പാർത്ഥകം ഭാസതേ. അവിടെ പോലും ഭാഷ്യകാരൻ ഒരു കൽപ്പശബ്ദം ചേർത്തു, അത് ശ്രദ്ധിക്കുക. സാക്ഷാത് തത്വമസീതി വേദഭജസ യോ ബോധയത്യാശ്രിതാൻ. പിടുത്തം വിടുക തന്നെ. എന്താ ചെയ്യാ? പിടുത്തം വിടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിടുത്തം വിടുക തന്നെ, വേറൊന്നുമില്ല. വേറെ അതിന് എന്താലോചിച്ചിട്ടും കാര്യമില്ല, അതിനേത് പുസ്തകം പഠിച്ചിട്ടും കാര്യമില്ല. ഇതല്ലേ ഈ നല്ല രസകരമായൊരു വിഷയം. ഈ വൈരാഗ്യത്തിൻ്റെ വിവിധ തരത്തിലുള്ള വിരക്തിയെക്കുറിച്ച് പറയാറുണ്ട്. വൈരാഗ്യവും മുമുക്ഷുത്വവും ചേർന്നിട്ട്. ഇപ്പോ മന്ദ മുമുക്ഷുത്വം ഉണ്ട്.
മുമുക്ഷുത്വമുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിമന്ദ പറയാം. അതിമന്ദ, മന്ദ, പിന്നെ മുമുക്ഷുത്വം, തീവ്ര മുമുക്ഷുത്വം ഒക്കെ ഉണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാ, നമുക്കറിയില്ലേ, ആ നമ്മുടെ തെക്കേലെ ഗോവിന്ദന് നിധി കിട്ടിയിത്രേ. നല്ലത് തന്നെ, കിട്ടേണ്ടതാണ്, നമുക്കൊക്കെ കിട്ടേണ്ടതാണ്. കിട്ടും, നമുക്കൊക്കെ കിട്ടും, സംശയമില്ല. അത് സമയമായപ്പോഴല്ലേ തെക്കേലെ ഗോവിന്ദന് കിട്ടിയത്, അല്ലേ? അതെ, നമുക്കും കിട്ടും. ഒന്നും ചെയ്യണ്ട, കാത്തിരിക്കുക തന്നെ. സമയമാകുമ്പോൾ നിധി കിട്ടും. അതാണ് ഒന്ന്. രണ്ട്, ഇത് ഓരോന്ന് നിങ്ങൾ അതിതീവ്രം, അതിമന്ദം ഇതൊക്കെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി വേറൊന്ന്, അങ്ങനെയല്ലാട്ടോ, എല്ലാത്തിനും ജീവിതത്തിൽ ഒരു സമയമുണ്ട്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്താ സമയം? നിങ്ങൾ മാവ് കണ്ടിട്ടില്ലേ? ഉണ്ട്. എല്ലായ്പ്പോഴും മാങ്ങ ഉണ്ടാവുമോ? ഇല്ല. അതിന് സമയം വരുമ്പോൾ മാങ്ങ ഉണ്ടാവും. പ്ലാവിൽ ചക്ക കായ്ക്കണതൊരു സമയത്താ, മഴ പെയ്യണതൊരു സമയത്താ. അപ്പം ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. അതുപോലെ മോക്ഷം കിട്ടാനാവുമ്പോൾ മോക്ഷം കിട്ടിക്കോളും. ഏറി വന്നാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ മാവ് ഒന്ന് സുരക്ഷിതമായിട്ടൊക്കെ ഒന്ന് വെക്കുക, അത്രയേ വേണ്ടൂ, വേറൊന്നും വേണ്ട. സമയമാകുമ്പോൾ വന്നോളൂ. ആദ്യം പറഞ്ഞത് അതിമന്ദനാണ്, അല്ലേ? മോക്ഷം വേണ്ടതാണ്, മോക്ഷം നിശ്ചയമായിട്ടും വേണം, അതിൽ സംശയമൊന്നുമില്ല. മോക്ഷം വേണം, അത് തെക്കേലെ ഗോവിന്ദന് കിട്ടിയ പോലെ കിട്ടും, സമയമാകുമ്പോൾ കിട്ടേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞത് മോക്ഷം എന്തായാലും കിട്ടും, കിട്ടേണ്ടതാണ്, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ചക്ക കായ്ക്കണം എന്നുള്ളതിനാ ജീവിത ലക്ഷ്യം. പക്ഷേ അത് സമയമാകുമ്പോഴേ ഉള്ളൂ, നമ്മളായിട്ട് വെറുതെ ഒന്നും. മൂന്നാമത്തത് അങ്ങനെയല്ല, അത് ഉഴുതു മറച്ച് വെള്ളം കൊടുത്ത് വളം കൊടുത്ത് കള പറിച്ച് കാത്ത് സൂക്ഷിച്ച് മുക്തിയിലേക്ക് അത് ഫലം കിട്ടണം. മാങ്ങ കിട്ടണം, ചക്ക കിട്ടണം, നെല്ല് വിളയിക്കണം. അതുപോലെ അന്വേഷണം ചെയ്ത് നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിച്ച്, നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിച്ച് പിന്നെന്ത് വേണം? അവിടുന്ന് സേവ ചെയ്ത്, പിന്നെ നമസ്കരിച്ച്, പിന്നെ ശ്രവണം ചെയ്ത്, മനനം ചെയ്ത്, നിധിധ്യാസം ചെയ്ത്, അങ്ങനെ 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 ജ്ഞാനം നേടണം. അത് വേണ്ടതാണ്. ഇപ്പോ വേണ്ടതാണ്. ശരി, ഇതേതാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നാലാമത്തത്, ചുട്ടു പൊള്ളുന്ന ലോഹത്തിൽ തൊട്ടുപോയി, അല്ലെങ്കിൽ ഒരു കനൽ കട്ടയിൽ തൊട്ടുപോയി. മനസ്സിലായില്ലോ? നല്ല 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 ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഇരുമ്പൊന്നുമല്ല, കനല് തന്നെയാ, തീയിൽ തൊട്ടുപോയി. ഗുരുനാഥ ഞാൻ കൈവലിക്കട്ടെ? ഗുരുനാഥ ഞാൻ കൈവലിക്കട്ടെ? പൊള്ളുമില്ലെങ്കിൽ എനിക്ക് ശിഷ്യ നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വലിച്ചാ മതി. എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? ഗുരുനാഥനോട് ചോദിക്കുക, അമ്മേ ഞാൻ കൈവലിക്കട്ടെ, തീ തൊട്ടുപോയിട്ടുണ്ട്, അച്ഛാ ഞാൻ കൈവലിക്കട്ടെ? ഏയ് മിണ്ടില്ല. അപ്പൊ എങ്ങനെയാ വിടുക? വീട് തന്നെ. പക്ഷെ അപ്പൊ വേറെ പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞത് ചാപ്പാടിന് എന്ത് ചെയ്യും? വലിയ പ്രശ്നമാണ്.
വലിയ പ്രശ്നമാണിത്. അതിന് മറ്റയാൾ പിടിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനു പരിഭ്രമിക്കണം? എന്തൊരു കഷ്ടം അത്. ഇനി പിടിവിടാൻ പറഞ്ഞിട്ടില്ല. കിടപ്പ് രോഗികള് അവരെ നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ദൃഷ്ടാന്തം മാറ്റിക്കളയരുത്. വലിയ പ്രശ്നമാണത്. എന്ത് എല്ലാം കൂടി പറഞ്ഞാൽ കേൾക്കില്ല. അതെ, റിഫ്ലക്സ് ആയിട്ട് വരുന്നതാണെന്നാ പറഞ്ഞത്. അതുപോലെ റിഫ്ലക്സ് ആവണം ഇത്. അതെ, പിടിച്ച ആളോട് എടുത്ത ആളോട് അത്ര വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് എടുക്കാത്തത്. ശരിയാണ്, 100% ശരിയാണ്. ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ വിട്ടോളും. പതറിപ്പോകുന്ന ഘട്ടങ്ങൾ വരും. കാരണം പരീക്ഷണങ്ങളിലൂടെ മാത്രമേ വിജയപ്രഖ്യാപനം ഇന്ന് വരെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ എടുത്ത ആളിൽ പൂർണ്ണ വിശ്വാസം ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേ ഉള്ളൂ. വലിയ വിഷയമാണത്, ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. എന്താ അതൊരു വിഷയമാണ്. ബാക്കി നമ്മളെ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ ജനവാതിലുമ്പോഴുള്ള ഈ പിടുത്തം വിടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വലിയ വിഷമാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്, അപ്പോഴാണ് ഈ ചോദ്യം വന്നത്, അപ്പോഴാണ് ഈ ഉത്തരവും വന്നത്. ഓരോരുത്തരുടെ ജീവിതയാത്രയിലും ഓരോ അനുഭവങ്ങളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മളത് തിരിഞ്ഞു നോക്കിയപ്പോൾ രസകരമായൊരു ഓർമ്മ വന്നു. ഇപ്പോൾ അതെന്താ വെച്ചാൽ സന്യാസമാർഗമാണെന്ന് നിശ്ചയിച്ചു. എൻ്റെ ജീവിതം സന്യാസമാർഗത്തിലാണെന്ന് നിശ്ചയിച്ചു. അപ്പോൾ നിശ്ചയിച്ചു, ഇനി അതിന് ഞാൻ സ്വയം ശക്തനാണോ എന്ന് പരിശോധിക്കണ്ടേ. അങ്ങനെ കുറച്ചൊരു കാലം ഉണ്ടായി. ഇതന്നെയാണ്, ഇതിന് ഞാൻ യോഗ്യനാണ് എന്ന് സ്വയം ഉറപ്പിച്ചു. അങ്ങനെ വെറുതെ എടുത്ത് ചാടിയിട്ടല്ല, അതൊരു കൊല്ലത്തോളം പിടിച്ചു. ഞാനിതിന് യോഗ്യനാണോ എന്നുള്ളൊരു പരിശോധനയ്ക്ക്. അത് കഴിഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ മുമ്പിലൊന്ന് അവതരിപ്പിക്കണ്ടേ, അവരുടെ അനുഗ്രഹം വേണ്ടേ. അനുഗ്രഹം ഇല്ലെങ്കിലും സമ്മതമെങ്കിലും വേണ്ടേ. വലിയ പ്രശ്നമായി. അതിനിപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ ഒരു തോന്നൽ, ഒരു കാര്യം ചെയ്യാം, ഈ കുറച്ചൊന്ന് വിട്ടൊക്കെ പിടിച്ചാൽ മെല്ലെ മെല്ലെ വിടാൻ പറ്റുമായിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്തു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണ്? കോളേജ് പൂട്ടിക്കഴിഞ്ഞാൽ 2 മാസം ഉണ്ടല്ലോ, പിന്നെ 2 മാസമുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ ഭാരതത്തിൽ മൊത്തം ഒന്ന് കറങ്ങാൻ പോവുകയാണ്. നല്ലതാണ്, ഭാരതത്തെ മുഴുവൻ കാണുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഏട്ടനും കൂടി വന്നോട്ടെ. പൊളിച്ചു, പരിപാടി പൊളിച്ച് കയ്യിൽ തന്നു. ഇല്ല, ഞാൻ പോണില്ല, ഭാരതവും കാണണ്ട, ഒന്നും കാണണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ഇനി പിന്നെ എന്താ വഴി? ഇങ്ങനെ ആലോചിച്ചു, കിട്ടില്ല. മൂത്ത ജ്യേഷ്ഠനെ പിടിക്കാൻ തീരുമാനിച്ചു. ഇത് കഥയല്ലാട്ടുണ്ടായ സംഭവമാണ്. മൂത്ത ജ്യേഷ്ഠനെ പിടിക്കാം. അയാളാവുമ്പോൾ കുറച്ചൊരു സ്വാധീനമുണ്ട് അച്ഛനിലും അമ്മയിലൊക്കെ. അപ്പോൾ അയാളോട് പറഞ്ഞു, ഏട്ടാ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ സ്വാമി പ്രധാനപ്പെട്ട കാര്യം? എന്താ പറയാനുള്ളത്? സ്വാമീനാ വിളിക്കുക. സ്വാമീനാ വിളി. എന്താ സ്വാമിക്ക് പറയാനുള്ളത്? അപ്പോൾ എനിക്ക് സന്യസിച്ച് പോകണമെന്നുണ്ട്, സന്യാസി ആവണം. നല്ലതാണ്, വളരെ നല്ലതാണ്. നീ ഇപ്പം തന്നെ സന്യാസിയാണല്ലോ. അങ്ങനെയല്ല, ശരിയായ സമ്പ്രദായത്തിൽ സന്യസിച്ച് പോകണമെന്നുണ്ട്. അത് ഞാനെന്താ വേണ്ടത്? അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് മെല്ലെ, അത് ഞാൻ ഏറ്റു.
അത് ഞാൻ ഏറ്റു, ഞാൻ പറയാം. പക്ഷേ നിനക്കറിയാമല്ലോ അച്ഛൻ്റെ സ്വഭാവമൊക്കെ. ഇപ്പോൾ സമയവും സാഹചര്യമൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റൂ. ശരി, ഏട്ടന് നല്ല വിശ്വാസമാണ്. 2 ദിവസം കഴിഞ്ഞു, ചങ്ങാതി പറയുന്നില്ല. 3-ാമത്തെ ദിവസമായി, മിണ്ടുന്നില്ല. എന്താ പറയാത്ത? എടോ സമയം വരട്ടെ, സമയം ഒത്തു വരട്ടെ, അപ്പം പറയാം. എത്ര സമയം ഒത്തു വന്നു എന്നറിയോ? ഇഷ്ടംപോലെ പല തമാശയും പറഞ്ഞ് ഇരിക്കണ സമയമൊക്കെ വന്നു. അന്നവരൊന്നും പറയണില്ല. ഇത് എപ്പോഴത്തേക്കാണ് കൊണ്ട വെക്കണത്? ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അച്ഛനും അമ്മയും തമ്മിൽ ശണ്ഠയായി, നല്ല ലഹള. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? ഇല്ല. പിന്നെ ഇല്ലെങ്കിൽ എന്ത് സുഖമുള്ളത്. അങ്ങനെ രണ്ടാളും നല്ല ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് കേട്ടോ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? യവന് സന്യാസി ആവണത്ര. ചതിച്ചല്ലോ മഹാഭാവി. യവന് സന്യസിക്കണം. ഒരു സമ്മതം കൊടുത്താൽ മതി, നാം പോയിക്കോളും. ഈ പണി എന്നോട് വേണ്ടിയിരുന്നോ? എന്നാൽ ഞാൻ 2-ാമത്തെ ഏട്ടനോട് പറയായിരുന്നു. നിങ്ങൾ ചതിക്കില്ലാന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. വേഗം മൂപ്പരകത്ത് പോയി ഒരു 2 രൂപ കൊണ്ടുവന്നു. 2 രൂപ എടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇതിന് നല്ല വിഷം വാങ്ങിക്കോളൂ, എന്നിട്ട് എനിക്കും നിന്റെ അമ്മയ്ക്കും തരിക, എന്നിട്ട് നീ ബ്രഹ്മാനന്ദ രസാനുഭൂതി യിൽ വിലയിച്ചു കഴിഞ്ഞോളൂ. ഇതന്നെയാണ് വാക്ക്. ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ വിലയിച്ചു കഴിഞ്ഞോളൂ. അയ്യേ, നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ട് ഞാൻ പോവേ? നിങ്ങൾക്ക് എന്താ എന്നെ മനസ്സിലായത്? ഞാൻ പോണ പ്രശ്നമില്ല, പക്ഷേ സന്യാസമാണ് എൻ്റെ ഒറ്റ വഴി. അപ്പോൾ കുറച്ച് കൊല്ലം നിങ്ങളെ കൂടെ ജീവിക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ തയ്യാറാവണം. എപ്പം നിങ്ങൾ മാനസികമായി തയ്യാറായോ അന്ന് ഞാൻ സ്ഥലം വിടും. കരാർ ഒപ്പിട്ടു. ഇനിയാണ് രസം. ഈ കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് ഈ ഏട്ടൻ എവിടുന്നാന്നറിയില്ല. കാരണം അവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് മേടിക്കുന്നത് പത്രം, അവരുടെ വീട്ടിൽ. ഒരു ടൈംസ് ഓഫ് ഇന്ത്യത്തെ ഒരു പേപ്പർ കട്ടിങ്ങും കൊണ്ട് വന്നിട്ട്, ഇതെവിടുന്ന ടൈംസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചതെന്നൊന്നും അറിയില്ല. അതിൽ ആന്ധ്രാപ്രദേശിൽ ഒരു സന്യാസിയുടെ കൗപീനത്തിൽ വലിയ ഭാരം കല്ല് കെട്ടിയിട്ട് നാട്ടുകാരയാളെ അടിച്ച് നടത്തിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് കൊണ്ടാവുന്നത് ഇതെവിടുന്ന് തപ്പിപ്പിടിച്ചു, ഇതെവിടുന്ന് തപ്പിപ്പിടിച്ചു എന്നറിയില്ല. വലിയ 10-20 കിലോഗ്രാം കല്ല് കൗപീനത്തിൽ കെട്ടി. എന്തൊരു കഷ്ടപ്പാടെന്നാലോചിച്ചു. എന്നിട്ട് സന്യാസി അടിച്ച് നടത്തിക്കുകയാണ് നാട്ടുകാർ. എന്തോ അയാൾ ചെയ്തിട്ടുണ്ടാവും, അയാളുടെ കയ്യിലിരിപ്പാവും. അല്ല, ഇതൊക്കെ വായിച്ചിട്ടൊക്കെ മതി അവിടുന്ന് സന്യാസം സ്വീകരിക്കുക. ഒന്നും കുഴപ്പമില്ല, അത് അയാളുടെ എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ടാവും. എന്നാൽ പിന്നെ എനിക്ക് ഒരൊറ്റ സംശയം കൂടിയേ ഉള്ളൂ. അതെന്താ, എങ്ങനെയാ മാമ ഉണ്ണുക? ഇതാണ് ചോദ്യം. സമയത്തിന് അകത്താക്കണമല്ലോ സ്വാമിക്ക്. അതെങ്ങനെ നടക്കും? എവിടുന്ന് കിട്ടും? ചോദ്യം 1. 2-ാമത്തെ ചോദ്യം, ഈ വയ്യാതാവുമ്പോൾ ആരാ നോക്കണം? വയ്യാതാവുമല്ലോ. ഇപ്പം തന്നെ ഒരുപാട് ദേഹത്തിന് പല രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, സ്വാമിക്ക് അറിയാലോ. അത് ശരിയാട്ടോ പറഞ്ഞത്. കാരണം ചെറിയ കുട്ടിയാവുമ്പോൾ തൊട്ട് നിത്യവും ബാലാരിഷ്ടതയാണ്. രോഗമില്ലാത്ത സമയമില്ല. എപ്പോഴും എന്തെങ്കിലും രോഗമാണ്. ഒരു രോഗം കഴിഞ്ഞാൽ വേറെ രോഗം, അത് കഴിഞ്ഞാൽ വേറെ രോഗം. ആഴ്ചയിൽ 3 ദിവസം ഡോക്ടറുമായിട്ടുള്ള കളിയാണ്. അപ്പം അന്നേരം ആരാ നോക്കുക? ഇത് രണ്ടും വലിയ ചോദ്യങ്ങളല്ലേ. ഒന്ന്, മാമു സമയത്തിനുണ്ടേ, അതെന്ത് ചെയ്യും? ആര് തരും? 2-ാമത്തെ രോഗമാകുമ്പോൾ ആര് നോക്കും? ഇതാ 2 ചോദ്യം. അപ്പം 2-നും ഉത്തരം പറഞ്ഞു. ഓ, എന്നാ ശരി, ആയിക്കോട്ടെ, വിട്ടോ, കഴിഞ്ഞു. ഇതാണ് ഈ പിടുത്തം. പിടുത്തം, ഈ പിടുത്താണത്, അല്ലേ? അതാണ് പിടുത്തം. അപ്പോഴാണ് ഇപ്പുറത്ത് പറഞ്ഞത്, അയാളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ പിടുത്തം വിട്ടോളന്ന്. അതിന് ഗ്യാരണ്ടി തന്നിട്ടില്ലേ എക്കാലത്തേക്കും. നമേ ഭക്ത പ്രണശ്യതി അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം
യോഗക്ഷേമം വഹാമ്യഹം. ആ ഭഗവാന്റെ വാക്യത്തിൽ വിശ്വാസമില്ലാച്ച പിന്നെ ആരെ വിശ്വസിച്ചിട്ടാ നമ്മൾ പിടുത്തം വിടുക? അതിൽ സംശയമില്ലാത്തതാണ്, സംശയമില്ല. അതുകൊണ്ട് അന്നം മുട്ടണില്ല. ഡോക്ടർമാർ പറയണ ശാപ്പാടൊന്ന് കുറച്ചോളൂ സ്വാമി എന്നാ. വൈദ്യർ 2-3 പ്രാവശ്യമായി പറയണം മധുരട്ട് കുടിക്കണ്ട കേട്ടോ, മധുരട്ട് കുടിക്കണ്ട അധികം. കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യും? വേണ്ട പറഞ്ഞാലും കിട്ടുക. എന്തെങ്കിലും വയ്യായ്യ വന്നാൽ സാധാരണ എത്ര ആളുണ്ടാവും ചോദിക്കാൻ? പറയാം, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വയ്യായ്യ വന്നാൽ എത്ര ആൾക്കാരുണ്ടാവും ചോദിക്കാൻ? ഒരാളുണ്ടാവും. എന്നാ മരുന്ന് ഡോക്ടറെ അടുത്ത് പോണ്ടേ? ഇത് നിവൃത്തിയില്ല. സ്വാമി എന്തായി, സ്വാമി എന്താ, അത് തന്നെ വയ്യായ്യാവും അവരോട് ഉത്തരം പറഞ്ഞിട്ട്. ഇത് ഒരാളുടെ കഥയല്ല, എല്ലാ സന്യാസിമാരുടെ സ്ഥിതി ഇതാ. ആരാ അതിനൊക്കെ അപ്പം വ്യവസ്ഥയാക്കണേ? ഇത് നിങ്ങളേറെ സന്യാസത്തിലേക്ക് ആകർഷിക്കാനല്ലാട്ടുവോ? പക്ഷെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഉപദ്രവവും ആൾക്കാരെ കൊണ്ട് അത്രയ്ക്കധികം സ്നേഹം. അതെന്തുകൊണ്ടാ? അത് ചിന്തിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഭാരതത്തിൽ ഒരു സന്യാസിയും ചാപ്പാട് കിട്ടാണ്ട് മരിച്ചിട്ടില്ല. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഉപവാസമായിട്ടായിരിക്കും, അല്ലാണ്ട് ചാപ്പാട് കിട്ടാണ്ടാവില്ല. പിന്നെ പിടിവിട്ട എന്താ കുഴപ്പം? ആണ്ട് വിട്ടേക്കാൻ വിട്ടേക്കാൻ അപ്പോ ശ്രദ്ധിക്കുക. ഏതായാലും ഇതൊന്നും ഗുഹാശയം എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പൊ അതൊക്കെ പറഞ്ഞത്. നിഷ്കലം അദ്വിതീയം. അല്പം കഴിഞ്ഞ് തുടരാം. ശരി, ഇതിപ്പോ എന്തായാലും തീരാനായി എന്നുള്ളതുകൊണ്ടാണ് കുറച്ചധികം പടി പറഞ്ഞിരിക്കണത് അല്ലേ? ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർव्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति।